നമസ്കാരം. 10ാമത്തെ വീഡിയോയിൽ നിന്ന് പോയതാണ്. കാരണം 11-ാം തീയതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ആ ദിവസം എനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. അത് കാരണമുണ്ടായ ട്രോമയിൽ ഞാൻ കുറേ ദിവസങ്ങൾ നഷ്ടപ്പെടുത്തി. കൃത്യമായി എന്നെ ഫോളോ ചെയ്യുന്ന, എന്നോട് അഭിപ്രായങ്ങൾ പറയുന്ന, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, എൻ്റെ വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്ന ചിലർ, പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് മാമൻ, ബാലചന്ദ്ര മേനോൻ എന്ന ബാലേട്ടൻ, ജ്യോതി, 3 പേരും കൃത്യമായി എനിക്ക് വേണ്ടി എന്നെ വളർത്തുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസത്തിന് ശേഷം ഇന്ന് ആ ഒരു ചോദ്യം ബാക്കിയാകുമ്പോൾ എറിക് എറിക്സൺ എന്ന സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. 8 സ്റ്റേജുകളിലായുള്ള നമ്മുടെ ലൈഫ് സ്പാൻ, 0 മുതൽ 18 മാസം വരെ, 18 മുതൽ 3 വർഷം വരെ, 3 മുതൽ 5, 5 മുതൽ 7, 7 മുതൽ 13, 13 മുതൽ 20, 20 45, 20 40, 40 65, 65 മുകളിലോട്ട്, അങ്ങനെ 8 സ്റ്റേജുകളിലായുള്ള നമ്മുടെ വളർച്ച. അതിൽ 40ാമത്തെ വയസ്സിൽ നിൽക്കുമ്പോൾ, അതായത് പരുന്ത് തൻ്റെ കൊക്കൊടിച്ച് കളയുന്നത് പുതിയ കൊക്ക് വരാനാണെന്ന് അറിഞ്ഞ ഒരു സമയമുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയുന്ന ഹോപ്പോടുകൂടി ഞാൻ 40ാമത്തെ വയസ്സിൽ തുടങ്ങുകയാണ്. 7 വർഷം കൃത്യമായി ജോലി ചെയ്തു. അതൊരാളിൽ ഇൻവെസ്റ്റ് ചെയ്തു, അയാളെ കൃത്യമായൊരു സ്ഥലത്തെത്തിച്ചു. ഇനി അവസാനത്തെ റണ്ണിലേക്ക് കടക്കുകയാണ്. 3 വർഷം, അതോടുകൂടി അടുത്ത സ്പാനിൻ്റെ ഏതാണ്ട് പകുതി എത്തും. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജിന് തൊട്ട് മുമ്പ് എവിടെ നമ്മൾ സമയം വിനിയോഗിക്കണം? വ്യക്തികളിലാണോ സമൂഹത്തിലാണോ? വ്യക്തികളിൽ നമ്മൾ സമയം വിനിയോഗിച്ചാൽ അത് ആ വ്യക്തികളിൽ തീർന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ സമൂഹത്തിൽ വിനിയോഗിക്കാൻ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനമുള്ളൊരു സ്ഥലത്തേക്ക് തിരിയാൻ നമ്മൾ തീരുമാനമെടുക്കണം. ഇതെൻ്റെ അപേക്ഷയാണ്, പൊളിറ്റിക്കലാകാനുള്ള അപേക്ഷ. താങ്ക് യു.